ആത്മാവേ ആത്മാവേ റുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ റുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും റുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ തേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്ധരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ തേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്ധരംഗം കാണും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാവരോടും കർത്താവ് പറയുന്ന ശക്തമായ ഒരു ദൈവ സന്ദേശം പശ്ചാത്തപിക്കാനുള്ള സന്ദേശമാണ്. സ്നാപക യോഹന്നാൻ്റെ പ്രഭാഷണത്തിലും യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണത്തിലും ശിഷ്യന്മാർ വചനം പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോഴും ആദ്യമേ ആഹ്വാനം നൽകുക, പശ്ചാത്തപിക്കുക, തിരിച്ചു വരിക എന്ന സന്ദേശമാണ്. പശ്ചാത്തപിക്കുന്നവർക്ക് അവിടുന്ന് തിരിച്ചു വരാൻ അവസരം നൽകും. നമ്മൾ എത്രയേറെ ദൈവത്തെ തള്ളിപ്പറഞ്ഞാലും, നമ്മൾ എത്രയേറെ ദൈവത്തിനെതിരായി തിരുസഭയ്ക്കെതിരായി നിലകൊണ്ടാലും, നമ്മൾ എത്രയേറെ ദൈവത്തിൽ നിന്ന് അകന്നുപോയാലും, നമ്മൾ എത്രയേറെ പാപം ചെയ്താലും കർത്താവ് ഇപ്പോൾ നമ്മോട് ആവശ്യപ്പെടുക തിരിച്ചു വരാനാണ്. തിരിച്ചു വന്നാൽ അവിടുന്ന് തൻ്റെ ഐശ്വര്യത്തിൽ നമ്മെ പുനഃസ്ഥാപിക്കുമെന്ന് വചനം നമ്മെ ശക്തമായ രീതിയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില തിരുവചന ഭാഗങ്ങൾ നമ്മളെടുത്ത് വായിച്ചുകൊണ്ട് ആ പശ്ചാത്താപത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഒരു വലിയൊരു നിറവ്, പശ്ചാത്താപിക്കുക എന്ന് വെച്ചാൽ കുമ്പസാരിക്കാനും, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ എന്നുള്ള ആ പത്രോസിൻ്റെ മനോഭാവം, അവൻ ഹൃദയം നൊന്ത് പശ്ചാത്തപിച്ചുകൊണ്ട് തിരിച്ചു വന്നു എന്നാണ് പത്രോസിനെ പറ്റി പറയുക. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ആദ്യമായി ഏറ്റുപറയുന്ന വചനഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 24 മുതലുള്ള തിരുവചനം നമുക്കെല്ലാവർക്കും ഉച്ചത്തിൽ ഏറ്റുപറയാം. എല്ലാവരും ഏറ്റുപറയുന്നു. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ. അത്യുന്നതനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവിൻ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇരു കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മ്ലേച്ഛതകളെ വെറുക്കുക. കഴിഞ്ഞകാല ജീവിതത്തിലെ നമ്മുടെ വീണുപോയ നിമിഷങ്ങളും ചെയ്തുപോയ പാപങ്ങളൊക്കെ വെറുത്തുപേക്ഷിച്ച്
കർത്താവെന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വരാനാണ് ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകം 4:28 കർത്താവ് നമ്മോട് പറയുക. നമുക്ക് ആ വചനഭാഗം നേരിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ബാറൂക്ക് 4:28 തിരുവചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. പറഞ്ഞേ ഹല്ലേലൂയ. ഇരു കരങ്ങളെത്തി പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, പത്രോസ് ഒത്തിരിയേറെ കർത്താവിനെ തള്ളി പറഞ്ഞു പോയൊരു വ്യക്തിയാണ്. 3 പ്രാവശ്യം തള്ളി പറഞ്ഞെന്ന് പറയാം. അത് കർത്താവ് ശക്തമായ വാണിയും കൊടുത്തിട്ടുണ്ടായി. നീ ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട, നീ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ സഹായം നിനക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ തള്ളി പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ അവൻ ഓവർ കോൺഫിഡൻസിൽ പറയുകയാണ്, ഞാൻ ഒരിക്കലും ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. പക്ഷെ അവൻ 3 പ്രാവശ്യം കർത്താവ് പറഞ്ഞതുപോലെ തന്നെ കർത്താവിനെ തള്ളി പറയുക. പക്ഷെ അവൻ പശ്ചാത്താപത്തോടെ തിരിച്ചു വന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ നേട്ടം. അവന് നഷ്ടപ്പെട്ട ആ ദൈവസ്നേഹ അനുഭവം കർത്താവ് അവന് തിരിച്ചു കൊടുക്കുകയാണ്. എന്താണ് യൂദാസിനുണ്ടായ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു തകർച്ച എന്ന് വെച്ചാൽ അവൻ പശ്ചാത്താപത്തോടെ തിരിച്ചു വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പശ്ചാത്തപിക്കുന്നവർക്ക് അവിടുന്ന് തിരിച്ചു വരാനായിട്ട് അവസരം തരും. പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്നവരോട് കർത്താവ് കാണിക്കുന്ന കാരുണ്യമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും വലിയ കാരുണ്യമാണ് കാണിക്കുക. ഈ ചരിത്രത്തിൽ പലരെയും നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പത്രോസ് തന്നെ അതിനൊരു നല്ലൊരു ഉദാഹരണമാണ്. സക്കീവൂസ് നല്ലൊരു ഉദാഹരണമാണ്. വിശുദ്ധ അഗസ്റ്റിൻ അതിന് നല്ലൊരു ഉദാഹരണമാണ്. ഈ നിൽക്കുന്ന അച്ഛൻ തന്നെ ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. അങ്ങനെയുള്ള ഒത്തിരിയുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. പശ്ചാത്തപിച്ച് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദൈവം അതുപോലെ ദൈവം നമ്മെ വാരിക്കോരി തൻ്റെ സ്നേഹവും കാരുണ്യവും നമ്മുടെ മേൽ വർഷിക്കും. അതിന് പറ്റിയൊരു വചനമാണ് പ്രഭാഷകന്റെ പുസ്തകം 17:29 തിരുവചനം. നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു. കർത്താവ് തന്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇരു കരങ്ങളെത്തി പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് തന്റെ അടുത്തേക്ക് തിരിയുന്നവരോട് കാണിക്കുന്ന കാരുണ്യം, സ്നേഹമൊക്കെ എത്ര വലുതാണ്. അപ്പോൾ കർത്താവിലേക്ക് തിരിയാതിരുന്നാൽ വരുന്ന ഒരു വേദനയും ഒരു സഹനവും ഒരു ശിക്ഷയും അത് വേറൊരു ഭാഗത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ സഹനത്തിലൂടെയും സങ്കടത്തിലൂടെയും വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരൊക്കെ ചിന്തിക്കുക, ഞാൻ ഏതെങ്കിലും പാപത്തിന് അടിമയാണോ, ഏതെങ്കിലും പാപ സാഹചര്യത്തിലൂടെയും പാപ മേഖലകളിലൂടെയാണോ കടന്നു പോകുന്നത്? എന്ത് വില കൊടുത്തും അത് അവസാനിപ്പിക്കുക, തിരുത്തുക. ചിലപ്പോൾ മദ്യപാനായിരിക്കാം, ചിലപ്പോൾ തെറ്റായ ബന്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ 1-ാം പ്രമാണ ലംഘനങ്ങളായിരിക്കാം, ദൈവത്തെക്കാൾ കൂടുതൽ നീ ആരെങ്കിലും സ്നേഹിക്കുന്നതോ സ്ഥാനം കൊടുക്കുന്നതായിരിക്കും. എന്തു തന്നെയാണെങ്കിലും നീ ഒന്ന് ആത്മശോധന ചെയ്യുക, തിരിച്ചു വരിക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ചെയ്തുപോയ തെറ്റുകൾ ഓർത്ത്, ആ തെറ്റുകൾ ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഹൃദയം നൊന്ത് പത്രോസ് കരഞ്ഞതുപോലൊന്ന് കരയുക. കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും ശരിക്കും നീ അനുഭവിച്ചറിയും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 69 മുതലുള്ള തിരുവചനങ്ങളാണ്. പത്രോസ് യേശുവിനെ തള്ളി പറയുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ച് ഈ സമയം ഏറ്റു പറഞ്ഞ് സ്തുതിക്കാനായിട്ട് പോവുക. എല്ലാവരും ഉച്ചത്തിലേറ്റ് പറയുന്നു. പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. ഒരു പരിചാരിക അവനെ സമീപിച്ച് നീയും ആ ഗലീലിയക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരുടെയെല്ലാം മുമ്പാകെ അവൻ നിഷേധിച്ചു പറഞ്ഞു. അവൻ കവാടത്തിലേക്ക് പോയപ്പോൾ മറ്റൊരു പരിചാരിക അവനെ കണ്ടു. അവൾ അടുത്ത് നിന്നവരോട് പറഞ്ഞു, ഈ മനുഷ്യനും നസ്രായനായ യേശുവിന്റെ കൂടെയായിരുന്നു. ഞാൻ അവനെ അറിയുകയില്ല
അറിയുകയില്ല എന്ന് അവൻ വീണ്ടും ആണയിട്ട് നിഷേധിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ചു പറഞ്ഞു, നീ അവരിൽ ഒരുവനാണ്. തീർച്ച നിന്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു. പത്രോസ് ആകട്ടെ ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. ഇരു കരമുയർത്തി ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി ഒന്ന് സ്തുതിച്ച് എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വചനം 30 മേനി 60 മേനി 100 മേനി നമ്മുടെ ഹൃദയത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിയാ റിയാ 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 റിയാ. ചെയ്തു പോയ പാപങ്ങളോർത്ത് മനം നൊന്ത് ഹൃദയം നൊന്ത് കരയാനുള്ള കൃപ തരണമേ പരിശുദ്ധാത്മാവേ. ശിരിരിരിരി. പാപബോധം പശ്ചാത്താപം മാനസാന്തരം നൽകണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാൻ. മനം മുരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ഷിയാ റിയാ 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 റിയാ. പാപത്തെ വെറുതെ ഉപേക്ഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി സ്തുതിക്കുന്നു. ശിരിരിരി. എല്ലാവരും സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കുന്നു. ഷിയാ റിയാ 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 റിയാ. ഭാഷയുള്ള ഭാഷാതി ശക്തമായി സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവികാണ്ടിൽ നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരിരിരിരിരിരിരി. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ ഉച്ചത്തിലൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. ശിര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 ി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് തളരരുതേ മനമേ, ആകുലമോ അരുതേ. യേശുവിലേക്ക് നോക്കി പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ. പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഇരു കരങ്ങളത് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ശബ്ദം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്ഭവം അറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടുന്നേ, തിരത്തെത്താൻ കഴിയണമേ. സകല ശുദ്രം മന്ത്രവാദ അഭിജാന ഗൂഢോത്ര ദുഷിദോഷം പൈശാചക പീഡന ബാധകൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ ചതിയും വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വശക്തനായ ദൈവത്തിന്റെ ശക്തിയായ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥാനം മികാർ അപ്പ ഗബ്രിയേൽ മാലാഖമാരുടെ ശക്തമായ ശാന്തതാ സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലോ വായിലൂടെ വസ്ത്രത്തിലോ ഭക്ഷണം കടന്നോ മാനസിക ശാരീരിക ആത്മീയമായ മാനുഷികമോ പ്രാപഞ്ചികമോ പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10 ലുക്ക 4:8 മർക്കോസ് 16:5 1 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ആ ദൈവപുത്ര മന്ത്രി വചനശക്തിയ സകലവിധ പ്രകൃതിക്ഷമ ഇടിമിനി ഇടിവിട്ട് നാശനഷ്ടങ്ങൾ വെറുപ്പ് ഉദ്ദേശ വാശി വൈരാഗ തർക്കം കലഹ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജഡികാസതി ദിവ്യാസതി ഗോപാസക്തി ഭക്ഷണാസക്തി സ്വയംഭോഗ സ്വർഗഭോഗ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസ മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്ര തടസ്സം പഠന തടസ്സം കോടതി കേസ് സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരിക ബാഹ്യേന്ദ്രിയങ്ങൾ ചെറുത് രോഗപീഠകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ
തൊട്ടാവാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാൻ, ജപമാചരണ തടസ്സങ്ങൾ, രോഗശാന്തിയുടെ തടസ്സങ്ങൾ, സന്ദേശങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങൾ, വരദാനം കിട്ടാനുള്ള തടസ്സങ്ങൾ, വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണങ്ങൾ, അതിന് പിന്നെ പ്രത്യേക പൈശാചിക അരുവി, അന്ധശക്തികൾ, സാത്താൻ ശക്തികൾ, ദുഷ്ടശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു, ഈശോയുടെ കുരിശിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിൽ കണ്ടുകൊണ്ടിട്ട് പ്രവേശിച്ചു വന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോട്ടെ. ഹാലുലി അലുലി 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 അലുലിയ തളരാതെ എന്ന് വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് ശക്തമായെന്ന് സ്തുതിച്ച് യേശുവേ 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 കരങ്ങളടച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടൽ മീതെ കൈനീട്ടോ നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ചെങ്കടൽ മീതെ കൈനീട്ടോ നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. കരങ്ങളടിച്ച് തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, പാടി തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഇരു കരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറഞ്ഞ് വേഗത്തിൽ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞ് നമ്മുടെ മനസ്സിലെ ഭാരങ്ങളും വിഷമങ്ങളെല്ലാം സമർപ്പിച്ച് ഒരു തുറന്നൊരു കുമ്പസാരത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കുന്നു, പശ്ചാത്താപത്തോടെ സ്തുതിക്കുന്നു, അനുതാപത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാപികളുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കുന്നു, യഥാർത്ഥ പശ്ചാത്താപ അനുതാപം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. പത്രോസിനെ പോലെ പ്രാർത്ഥിക്കും, ഷിയബ ഹാല ബാല ബാല സഖ്യോസിനെ പോലെ അനുദപിക്കുന്നു, ഷബഹാല ബാല 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 ബാല. വിശുദ്ധ അഗസ്റ്റിനെ പോലെ തിരിച്ചു വന്നുകൊണ്ട് സ്തുതിക്കുന്നു, ഷബഹാല ബാല 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 ബാല. കർത്താവിന്റെ കാരുണ്യ അനുഗ്രഹ സ്നേഹം വശിക്കണമേ. അലുലി 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 അലുലിയ. അത്ഭുത രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശിരിരി അത്ഭുത വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശിരിരി അത്ഭുത മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് ഒരു വചനത്തിന്റെ ശക്തി വന്ന് നിറയട്ടെ 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 നിറയട്ടെ. ഷബഹാല ബാല 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 ബാല. വചനത്തിന് ശക്തി ബോധ്യപ്പെടുത്തി കൊടുക്കണമേ പരിശുദ്ധാത്മാവേ. ആലൊരു വചനം വായിക്കാനുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റമേ പരിശുദ്ധാത്മാവേ. വചനാഭിഷേകം നൽകണമേ യേശുവേ. ആലുലി 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 ആലുലി. ഷബഹാല ബാല ബാല ബാല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഷിയ റിയ 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 റിയ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ദിവികാനത്തിലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിക്കുക. അറിയാവുന്ന പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളോട് അതികഠിനമായ വെറുപ്പുള്ള വ്യക്തികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് കുറവുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലുക്കീമിയ എന്ന് എഴുതി കാണിക്കുന്നു. ഒരു വ്യക്തിക്ക് കർത്താവ് ആ മേഖലയിൽ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു വൈദിക വിദ്യാർത്ഥിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ തലവേദന ആ വൈദിക വിദ്യാർത്ഥിയിൽ നിന്ന് എടുത്തു മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആൻ്റണി എന്ന പേരിലൊരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തൂക്കക്കുറവുള്ള ഒരു പെൺകുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. ചെതൽ ശല്യമുള്ള ഒരു വീട് എത്രയും വേഗം വെഞ്ചരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. 3 പേരുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. അതിൽ സോന എന്നൊരു പേര് കാണിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കലക്കൽ വെള്ളമുള്ള ഒരു ഭവനത്തിലെ കിണർ കർത്താവ് ശുദ്ധീകരിക്കുന്നതായിട്ട് കാണിക്കുന്നു. വലിയ ദുഃഖഭാരത്തോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മക്കൾക്ക് വലിയ ആശ്വാസം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. സെലീനയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പണി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു വീടിൻ്റെ നിർമ്മാണ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. കൂനമ്മാവ് എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നു. വലിയൊരു തുക നഷ്ടം സംഭവിച്ച കോൺട്രാക്ടറുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്.
പൊന്നു എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സോണറ്റ് എന്നൊരു പേര് തരുന്നു, കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. 2ാം തവണ OET പരീക്ഷ എഴുതുന്ന ആ വ്യക്തിക്ക് കർത്താവ് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുന്നു. പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ അലർജി വരുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എപ്പോഴും ജലദോഷവും മൂക്കൊലിപ്പുള്ള 3 പേർക്ക് കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. അതിശക്തമായ ഷോൾഡർ പെയിൻ ഉള്ള ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ഈശോ പറയുന്നു, ശക്തമായ കാല് ചൊറിച്ചിൽ കാരണം കാല് ഉപ്പുവെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചൊറിച്ചിലുള്ളവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ചൊറിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പിത്താശയത്തിൽ കല്ലുള്ളവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യം നൽകി അങ്ങനെയുള്ള വ്യക്തികളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. നട്ടെല്ല് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പരസ്പരം പിണങ്ങിക്കഴിയുന്നവർ അവരെ കർത്താവ് ഒന്നിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഒരു അപ്പനും മകളും തമ്മിലുള്ള ശത്രുത കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ചെവി വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അമിതമായ വിയർപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ആത്മഹത്യ ചിന്തയുള്ള ഒരു വ്യക്തിയെ വ്യക്തമായി എടുത്ത് കാണിക്കുന്നു. അതിശക്തമായ ആത്മഹത്യ ചിന്തയുള്ള ഒരു വ്യക്തിയെ കാണിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. അമിതമായി വേർക്കുന്ന അവസ്ഥ ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ശക്തമായ ബാക്ക് പെയിൻ മൂലം ജോലിക്ക് പോകാൻ സാധിക്കാത്ത ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ശ്വാസമുട്ടുള്ള ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മെൽബിൻ ഈ മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എളിവേദന സൗഖ്യം നൽകി ട്രീസ എന്ന പേരുള്ളൊരു മകളെ എളിവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എളിവേദനയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ, പലർക്കും സൗഖ്യമുണ്ട്. കണ്ണിൽ കുരുവെന്ന് ശക്തമായ വേദന, കണ്ണിൽ ചൊറിച്ചിൽ 2 പേർക്ക് സൗഖ്യം തരുന്നുണ്ട്. അതിൽ മോളി എന്നൊരു പേരും കർത്താവ് തരുന്നു. അമിതമായ ടെൻഷനും ഭയത്തോടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു മകൾക്ക് വലിയ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. അതിശക്തമായ കാലുവേദന, മുട്ടിന് അസ്വസ്ഥത, നടക്കാൻ പ്രയാസം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ദഹനക്കേട് മൂലമുള്ള ഛർദി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അനുഷയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നുണ്ട്. ആ മകളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ട് കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വിട്ടുമാറാത്ത ജലദോഷമുള്ളൊരു ആൺകുട്ടിയെ കർത്താവ് ഈ സമയം സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വിദേശത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മറിയ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇടത്തെ കാൽപാദത്തിന് ശക്തമായ ചൊറിച്ചിലുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശക്തമായ പ്രാർത്ഥനയും ഒരു തുറന്ന കുമ്പസാരവും ആ മകളെ നടത്തണമെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. എന്നും രോഗവും അസ്വസ്ഥതകളും വരുന്ന ചില ഭവനങ്ങളെ കാണിക്കുകയാണ്. അവരോട് എല്ലാ ദിവസവും ബന്ധന പ്രാർത്ഥന ചൊല്ലാൻ കർത്താവ് സന്ദേശം തരുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ള ഗർഭിണിയായ ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. 2 പെൺമക്കളുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ എലിശല്യമുള്ള ഒരു സ്ഥാപനത്തിൻ്റെ സ്റ്റോർ റൂമിൽ നിന്നും എലിശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കാവ്യ എന്ന മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലെ മത്സ്യത്തൊഴിലാളികളായ മക്കളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ജോലിയില്ലാത്ത, വിവാഹം നടക്കാത്ത ഒരു മകൻ്റെ ജീവിതത്തിൽ കർത്താവ് ശക്തമായി ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. പന്നി ഫാം നടത്തുന്ന പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുന്ന ഒരു മകൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. അനാവശ്യമായി കയ്യിലും കാലിലും അരയിലൊക്കെ ചരട് കെട്ടിയ പെൺകുട്ടികളെ കർത്താവ് കാണിക്കുന്നു. ചരട് കെട്ടിയവരൊക്കെ പൊട്ടിച്ചു കളയാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ESR കൂടുതലുള്ള ഒരാളെ കർത്താവ് ഈ സമയം സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഷിയാരിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം കർത്താവ് തരുന്നതിനോത്ത് നന്ദി പറയാം. ഷിയാരിയ ശക്തമായി സ്തുതിച്ചേൻ. ഹല്ലേലൂയ. എൻ്റെ പേര് ജോയി, സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മണലൂർ. ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയണത്. അവൾക്ക് പീരീഡ്സിൻ്റെ സമയം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരുപാട് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ 4 ദിവസത്തെ മരുന്ന് എഴുതി തരും. അത് കഴിക്കും, അപ്പോൾ കുറയും. വീണ്ടും പോയി കാണിക്കും, വീണ്ടും കഴിക്കും. അങ്ങനെ ഒരു 2-3 വർഷത്തോളം നടന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചോ, ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു സഹോദരി ഞങ്ങളോട് പറഞ്ഞു, എൽറൂഹയിലേക്ക് പൊക്കോ. അങ്ങനെ ഞങ്ങൾ ഈ എൽറൂഹ ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ പഠിച്ചവിട്ടുമ്പോഴേക്കും അൽഫോൺസ എന്ന മകളുടെ ബ്ലീഡിങ് കർത്താവ് എടുത്തു മാറ്റണമെന്ന് ഇവിടെ അച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ വിശ്വസിച്ചോ, ഞാനും 16-12 മരുന്ന് ലെബനോ ഔഷധമല്ല, കർത്താവാണ് നിന്നെ സുഖപ്പെടുത്താൻ പോണേന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി. പിന്നെ അന്ന് തൊട്ട് ഇതേവരെ എൻ്റെ ജീവിത പങ്കാളിക്ക് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് എല്ലായിടത്തേക്കും പോവുകയും ചെയ്യാം, അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഇത് എത്ര ദിവസമാണെങ്കിലും നിൽക്കാം. അങ്ങനെ ഒരു അവസ്ഥയല്ലായിരുന്നു ആദ്യം. ഇപ്പം ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് പോവാം. ഇപ്പോൾ 1 വർഷമായിട്ട് തീരില്ല. ആൾക്ക് നല്ല സന്തോഷമാണ്. ഈ രോഗം മാറിയതിന് കർത്താവിനോട് എപ്പോഴും നന്ദി പറയുന്നുണ്ട്. ഞാനും എൻ്റെ കുടുംബം ഒരുപാട് ഈ ധ്യാനേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ ഈ സമയം കേട്ടത്.
തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് ഏകദിന കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ വന്ന് കാലുകുത്തി ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ തന്നെ ഇവിടുത്തെ ശുശ്രൂഷയിൽ അച്ഛൻ വിളിച്ചു പറയുകയാണ്, ഇന്ന പേര് വിളിച്ചു പറഞ്ഞ് ഇന്ന ആളെ കർത്താവ് സൗഖ്യപ്പെടുത്തുമെന്ന് വിളിച്ചു പറയുന്നു. അത് ദൂരെ നിന്ന് ഒരു കെട്ടുകൊണ്ടാണ് വരുന്നത്. അതങ്ങോട്ട് വിശ്വസിക്കുകയാണ്, അതെൻ്റെ ഭാര്യ തന്നെയാണെന്ന് അങ്ങോട്ട് വിശ്വസിച്ചു. പിന്നീട് ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ പിന്നീട് അങ്ങനെ ഒരു രോഗം ഉണ്ടായിട്ടില്ല. കർത്താവ് തന്ന വലിയ വിടുതലിനും സൗഖ്യത്തിനും നമുക്ക് നന്ദി പറയാം. പ്രത്യേകമായിട്ട് സ്നേഹമുള്ളവരെ, ഈ എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്ത് നിയോഗിച്ച് പ്രാർത്ഥിക്കുക. അവിടെ തൻ്റെ വചനം അയച്ച് അവിടുന്ന് അവരെ സുഖപ്പെടുത്തി വിനാശത്തിന് വിടുവിച്ചു. ധ്യാനസനത്തിൽ കാലുകുത്തിയപ്പോൾ തന്നെ അവിടുന്ന് വചനം അയച്ച് അത് കേട്ടുകൊണ്ടാണ് അവർ വരിക. കേട്ടുകൊണ്ട് വരുമ്പോൾ തന്നെ ഈ സൗഖ്യം അവർക്ക് ലഭിക്കുക. അങ്ങനെയുള്ള വലിയ സൗഖ്യങ്ങൾ നമ്മൾ ഈ ശുശ്രൂഷയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇവിടേക്ക് വിളിച്ചു പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തപ്പെടുന്ന പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തമായി സ്തുതിക്കുക, കർത്താവിനെ ആരാധിക്കുക, സ്തുതിക്കുക. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.